അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റഷീദ് റളിയല്ലാഹു അൻഹു ഹാറൂൻ റഷീദ് രാജാവിൻ്റെ അടുക്കൽ ഒരു സാഹിദായ ഒരു സൂഫിയായ മനുഷ്യൻ വന്നുകൊണ്ട് ഇത്തഖില്ല, അല്ലാഹുവിനെ ഭയപ്പെടണം എന്ന് വളരെ വച്ചത്തോടെ ഗൗരവത്തോടു കൂടെ ഹാറൂൻ റഷീദ് രാജാവിൻ്റെ അടുക്കൽ പറയണം. ഇത് കേട്ടപാടെ ഹാറൂൻ റഷീദിന് അള്ളാഹുവിനെ ഭയപ്പെടണമെന്നോ ഇത്തക്കില്ല പറഞ്ഞ ഉപദേശം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ല, പക്ഷെ ഇയാൾ പറഞ്ഞ ശൈലി അത്രയൊന്നും പിടിച്ചില്ല. കാരണം ഒരു ഗൗരവത്തിൽ ഞാനൊരു വലിയ ആളാണെന്ന രീതിയിൽ ഹാറൂൻ റഷീദ് രാജാവിനെ ഇത്തക്കില്ല, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണമെന്ന് പറഞ്ഞിങ്ങനെ ഉപദേശിക്കണം. അപ്പോൾ ഹാറൂൻ റഷീദ് രാജാവ് അവിടെ നിന്ന് ചോദിക്കുകയാണ്, അല്ല നിങ്ങളോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. പണ്ട് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ശത്രുവായിരുന്ന ഫിർഔനുണ്ടല്ലോ, ആ ഫിർഔനിനെക്കാൾ ഞാൻ മോശമായവനാണോ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ആ സാഹിദ്, ആ സൂഫിയ മനുഷ്യൻ പറഞ്ഞു, അല്ല അയാളെക്കാൾ ഹൈറാണ് നിങ്ങൾ, അത്രമാത്രവും നിങ്ങൾ മോശപ്പെട്ടിട്ടില്ല. ഓക്കെ, എന്നിട്ട് രണ്ടാമതായി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അന്ന് ആ ഫിർഔനിനെ നന്നാക്കാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ച ഫിർഔനിലേക്ക് ഇസ്ലാമിൻ്റെ ദഅവത്ത് ഏൽപ്പിക്കാൻ വേണ്ടി അള്ളാഹു അയച്ച നബിയായ മൂസ നബി അലൈഹി ഇസ്ലാമിനേക്കാൾ നിങ്ങൾ ഉത്തമരാണോ എന്ന് ചോദിച്ചു. അതായത് മൂസാ നബി അലൈഹി ഇസ്ലാമിനേക്കാൾ ഫവർ നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എന്നെക്കാൾ ഫവർ ആർക്കാനുള്ളത്? മൂസ നബി അലൈഹി ഇസ്ലാമിനിക്ക് ഉറപ്പാണ്. എന്നിട്ട് ഹാറൂൻ റഷീദ് രാജാവ് അവിടെ നിന്നൊരു ചോദ്യം ചോദിക്കുകയാണ്, എന്നെക്കാൾ മോശമായ ഫിർഔനിൻ്റെ അടുക്കലേക്ക് നിങ്ങളെക്കാൾ ഉത്തമമായ മൂസാ നബി അലൈഹി സ്വലാമിനെ അയച്ചപ്പോൾ പോലും അള്ളാഹു പറഞ്ഞതെന്താണ്? അവനൊരിക്കലും സ്വീകരിക്കില്ല, അള്ളാഹുവിലേക്ക് തിരിയില്ല, അള്ളാഹുവിൻ്റെ ഒരു ചിന്ത അവൻ്റെ കൽബിലേക്ക് വരില്ല എന്ന് അള്ളാഹുവിന് ഉറപ്പാണ്. എന്നിട്ട് പോലും മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് പറഞ്ഞെന്താ? ഫഖൂല ലഹു ഖൗലൻ ലയ്യിന. ആ മൂസ ഈ ഫിർഔന്റെ അടുക്കൽ പോയി നല്ല വാക്കുകൾ, സമാധാനത്തിൻ്റെ വാക്കുകൾ പോയി പറയണം. ഗൗരവത്തോടുകൂടെ വച്ചത്തോടുകൂടെ അവനെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരിക്കലും പോലും പറഞ്ഞു പോകരുത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ആ ഫിർഔനേക്കാൾ കുറച്ചൊക്കെ ഉത്തമമായ ഞാൻ, അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാമിനെക്കാളും മോശമായ നിങ്ങൾ എൻ്റെ ഒരിക്കൽ വരുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഇങ്ങനെയാണോ നിങ്ങൾ ഉപദേശിക്കേണ്ടത്? ഒരു സൗമ്യത്തോടു കൂടെയാണല്ലോ എന്ന് ആ സാഹിദായ ആ സൂഫിയായ മനുഷ്യനോട് ചോദിക്കണം. വല്ലാത്തൊരു ചോദ്യമാണ്. മൊത്തത്തിൽ പറഞ്ഞ് ആരോടും എങ്ങനെ ഉപദേശിക്കുകയാണെങ്കിലും നല്ല സൗമ്യത്തോടു കൂടെ ഞാനൊരു വലിയവനാണെന്ന ചിന്തയിൽ ഒരിക്കലും പോലും ഒരാളെ ദേഷ്യപ്പെടുത്തുന്ന വിഷയത്തിൽ, ഒരാളെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരിക്കലും പോലും നമ്മൾ അങ്ങനെ ഉപദേശിക്കാൻ പാടില്ല. ഗൗരവത്തോടു കൂടെ സംസാരിക്കാൻ പാടില്ല. വല്ലാത്തൊരു ചിന്തനീയമായ വാക്കാണ് അള്ളാഹു ഫിർഔന്റെ അടുക്കൽ അയച്ചപ്പോൾ പോലും പറഞ്ഞത് നല്ല വാക്കുകൾ പറയണമെന്നാണ്. ആ വാക്കാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതാണ് ഹാറൂൻ റഷീദ് അദ്ദേഹത്തിന് തിരുത്തിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് പറ്റുപോയി, അള്ളാഹു മാഫ് നൽകട്ടെ, എനിക്ക് പൊരുത്തു തരൂ, എന്നെ ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഹാറൂൻ റഷീദ് രാജാവിനോട് ചോദിക്കുകയാണ്. ഒരു നല്ലൊരു സംഭവമാണ്. മൊത്തത്തിൽ നമ്മുടെ സംസാരം നല്ല സംസാരമാവുക, എല്ലാവരോടും ഇഷ്ടപ്പെടുന്ന സംസാരമാവുക. അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.